السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. لا إيمان لمن لا محبة له. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. لا إله إلا الله. لا إله إلا الله. لا إله إلا الله محمد رسول الله. أنت شمس أنت بدر أنت نور فوق نور. أنت إكسير وغالي. أنت مصباح الصدور. نبي محمد നബിമാരിലുള്ള താണിയേ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല ശഫീഅ. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട അറിവിൻ്റെ പുലരിയിലേക്കെന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു അവനക്ക് പൊരുത്തപ്പെട്ട നല്ല അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമാവുകയാണ്. ഇൻഷാ അല്ലാഹ് ഒന്നിരിക്കൽ വ്യാഴാഴ്ചയുടെ അസ്തമയത്തോടു കൂടെ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലിലേക്ക് പ്രവേശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലിനെ നല്ല നിലക്ക് സ്വീകരിക്കാനും ഒരുപാട് മദ്ഹുകൾ ചൊല്ലാനും പാടാനും പറയാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത് കാരണമായി അല്ലാഹു തആല നമുക്കെല്ലാവർക്കും മുത്തുനബിയെ സിയാറത്ത് ചെയ്യാനും മദീനയിലെത്താനും മക്കത്തെത്താനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ ഹൗദുൽ കൗസർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മുക്കിക്കൊടുക്കുമ്പോൾ മുമ്പലത്തെ സഫിൽ നിന്ന് അത് വാങ്ങി കുടിക്കാനും ആ പരിശുദ്ധമാക്കപ്പെട്ട ലംഘുന്ന ശറഫാക്കപ്പെട്ട മുഖം കാണാനും കൈപിടിച്ചൊന്ന് മുത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റബീഅ് എന്ന് പറഞ്ഞാൽ തന്നെ വസന്തം എന്നാണ്. വസന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് കുളിർമ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ വളരെ ഏറെ സന്തോഷമുണ്ടാക്കുന്ന, സന്തോഷിക്കാൻ കാരണമാകുന്ന, ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു വസന്തമാണ് റബീഉൽ അവ്വൽ. അത് നാം സന്തോഷിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണല്ലോ. കാരണം അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ റഹ്മത്താണ് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ആർക്കും സംശയം ഇല്ല എന്നല്ല, ലോകം അംഗീകരിക്കുന്ന, ഏകകണ്ഠമായി അംഗീകരിക്കുന്ന വിഷയമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരാമർശിക്കപ്പെട്ട വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അല്ലാഹു തആല മുത്തനബിയെ നമുക്ക് അയച്ചത് രണ്ട് ലോകത്തിനും റഹ്മത്തായിട്ടാണ്. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. നാം ഒരു വേള ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു നമുക്ക് കുട്ടികളെ തന്നു, നല്ല വീട് തന്നു, നല്ല വാഹനം തന്നു, സുന്ദരമായ നല്ല ജോലി അല്ലാഹു തആല തന്നു, നല്ല ഭാര്യ ഭർത്താക്കന്മാരെ അല്ലാഹു നമുക്ക് തന്നു, നല്ല മക്കളെ അല്ലാഹു തന്നു, ഉമ്മയെയും ബാപ്പയെയും തന്നു. അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി നല്ല വിജയം നൽകി, പരീക്ഷയിലും പരീക്ഷണങ്ങൾക്ക് വിജയം നൽകി. അത് വലിയൊരു റഹ്മത്താണല്ലോ നമുക്ക്. ആ റഹ്മത്ത് ഉണ്ടായാൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കും. കുട്ടികളില്ലാതെ വർഷങ്ങളോളം വിവാഹ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു കുട്ടി ഉണ്ടായാൽ എത്രത്തോളം വലിയ സന്തോഷമുണ്ടാകും. അത് എന്തുകൊണ്ടാണ് അവർക്ക് ആ സന്തോഷം വന്നെത്തിയത്? അള്ളാഹു അവർക്ക് റഹ്മത്ത് ചൊരിഞ്ഞു, കുട്ടിയെ അള്ളാഹു താല നൽകി. അങ്ങനെ അള്ളാഹു താല നമുക്ക് നൽകി എന്തൊരു വസ്തുവുണ്ടോ, എന്തൊരു അനുഗ്രഹമുണ്ടോ, ആ റഹ്മത്തിലെല്ലാം നമ്മൾ സന്തോഷവാന്മാരാണ്, നമ്മൾ സംതൃപ്തി അടിയുന്നവരാണ്. എന്നാൽ ഈ ലോകത്തിനും എല്ലാ പരലോകത്തിനും റഹ്മത്തായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത്. അപ്പോൾ ആ റഹ്മത്ത് കിട്ടിയ ദിവസമാണ് റബീഉൽ അവ്വൽ 12. ആ റഹ്മത്ത് കിട്ടിയ മാസമാണ് റബീഉൽ അവ്വൽ. റഹ്മത്ത് നൽകിയ സമയമാണ് സുബ്ഹയോട് അടുത്ത സമയം. ഈ സമയത്തിലും ആ ദിവസത്തിലും ആ മാസത്തിലും റഹ്മത്ത് അല്ലാഹു തആല തന്നിട്ട് സന്തോഷിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്, സാധ്യമേ അല്ല. മുഅ്മിനായ മനുഷ്യർക്ക് സന്തോഷം ഖൽബിൽ വരും, അത് പ്രകടിപ്പിക്കും. അത് പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ, മൗലിദിലൂടെ, അലങ്കാര വസ്തുക്കൾ ചമയിക്കലിലൂടെ, നല്ല സുന്ദരമായ ബൾബുകൾ ചമയിക്കലിലൂടെ, ഇത് എൻ്റെ ഹബീബിൻ്റെ ദിവസമാണ് വരുന്നത്, ജനങ്ങൾക്ക് ഹബീബിനെ വരവേൽക്കാനുള്ള ദിവസമാണ്, ആ ദിവസത്തെ വരവേൽക്കാൻ അവനെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് വിജയമുള്ളൂ. വിജയിക്കണമെങ്കിൽ മുഅ്മിനാകണം. മുഅ്മിനായി മരിക്കണമെങ്കിൽ ഈമാൻ ഉണ്ടാകണം.
അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നീ ഒരു യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ തന്റെ മാതാവിനേക്കാളും പിതാവിനേക്കാളും ഭാര്യ ഭർത്താവ് മക്കളെക്കാളും കൂട്ടുകുടുംബങ്ങളെക്കാളും അയൽവാസിയേക്കാളും നീ എന്തെല്ലാം ലോകത്ത് ഇഷ്ടം വെക്കുന്നുണ്ട്, മഹബത്ത് വെക്കുന്നുണ്ട്, അതിൻ്റെ മേലെ നിന്റെ മഹബത്ത് ഹബീബിലേക്ക് വരുന്ന സമയം വരെ മോനെ നീ മുഅ്മിനല്ല. മുഅ്മിൻ അല്ലാത്ത നീ എങ്ങനെയാണ് ഈമാൻ കിട്ടുക? ഈമാൻ കിട്ടി മരിച്ചാലല്ലേ സ്വർഗത്തിൽ കടക്കും. അപ്പോൾ ഒരു മനുഷ്യന്റെ ഈമാൻ സലാമത്താകാൻ, സ്വർഗത്തിലേക്ക് കടക്കാൻ എല്ലാത്തിൻ്റെയും നിദാനം ഹുബ്ബ് റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബിനെ പ്രണയിക്കലാണ്. ഉമ്മയേക്കാൾ, ബാപ്പയേക്കാൾ, ഭാര്യ മക്കളെക്കാൾ, ഭർത്താക്കന്മാരെക്കാൾ എല്ലാത്തിനേക്കാളും യഥാർത്ഥമായ ഹുബ്ബ് ഹബീബിലേക്കില്ലേ മോനെ നീ മുഅ്മിനല്ല എന്ന് ഹബീബരായ റസൂലുള്ളാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹു. ഈമാനില്ല, മഹബത്തില്ലാത്തവൻക്ക്, മഹബത്തുള്ളവൻക്ക് ഈമാനുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ? അവിടുത്തെ മഹത്വം പറഞ്ഞാലുണ്ടോ തീരുന്നു? അള്ളാന്റെ ഹബീബിനെ പറയുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കയറി വരാത്ത സംഭവങ്ങളില്ല. അത്ര വലിയ മഹബത്തായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. ഗാർ സൗറിലേക്ക് പോകുന്ന സമയത്തും ഇരുട്ടിലും വെളിച്ചത്തിലും യാത്രയിലും നാട്ടിലും എല്ലാ സമയത്തും സന്തത സഹചാരിയായി പിന്നാലെ നടന്ന സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം അള്ളാന്റെ ഹബീബ് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, എനിക്ക് അബൂബക്കറിന്റെ മുതല്, അവിടുത്തെ സമ്പത്ത്, അള്ളാഹുവിൻ്റെ ദീനിന്റെ പേരിൽ ചെലവഴിച്ച ഉപകാരപ്പെട്ടതുപോലെ വേറൊരാളെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ വാക്കങ്ങ് കേട്ടപ്പോ പൊട്ടിക്കരയുകയാണ്. ഫിദാക ബി അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, നബിയെ, നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? എൻ്റെ ശരീരം ഞാനും എല്ലാം തങ്ങൾക്കല്ല നബിയെ, പിന്നെ പ്രത്യേകം പറയേണ്ടതുണ്ടോ? അതല്ലേ അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മഹബത്ത്, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്തുള്ള മുഴുവൻ സ്വഹാബത്തും ശ്രമിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മഹബത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല.
പിന്നെ എങ്ങനെയാണ് ഞാനും നിങ്ങളും എത്തുക? സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബിൽ ഹബീബിനോട് മഹബത്ത് ഏറ്റി തരട്ടെ. ആ റഹ്മത്ത് കിട്ടിയ നമ്മൾ ഉമ്മമാരെ എങ്ങനെ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയും? ഹബീബിന്റെ റബീഉൽ അവ്വൽ വന്നിട്ട് എങ്ങനെ ഹബീബിന്റെ വിഷയത്തിൽ നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയാം? ഈമാനുണ്ടോ അവന് സന്തോഷിക്കും, ഈമാനില്ലേ സന്തോഷിക്കാൻ കഴിയില്ല. അള്ളാഹു ഈമാനുള്ളവരെ കൂട്ടത്തില് നമ്മെ ചേർത്തി തരുമാറാകട്ടെ. അപ്പൊ അള്ളാന്റെ ഹബീബ് നമുക്ക് റഹ്മത്താണ്, ലോകത്തിന് റഹ്മത്താണ്, ദുനിയാവിന് റഹ്മത്താണ്, ആഖിറത്തിന് റഹ്മത്താണ്. എല്ലാത്തിൻ്റെയും മുകളിലാണ് മഹാനരായ റസൂലുള്ളാഹ്. അള്ളാന്റെ ഹബീബ് റഹ്മത്താണ്. ആ റഹ്മത്ത് കിട്ടിയ വിഷയത്തിൽ നമ്മൾ സന്തോഷിക്കണം, സുന്നത്തുകൾ മുറുകെ പിടിക്കണം, മുത്തനബിയെ മനസ്സാവാച കർമ്മണ അംഗീകരിക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് ഹബീബിന് ഇഷ്ടമില്ലാത്തത് കാണാൻ പാടില്ല. അത് ഹബീബിനോട് കണ്ണുകൊണ്ട് ചെയ്യുന്ന മഹബത്താണ്. കാതുകൊണ്ട് ഹബീബിന് ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ പാടില്ല. അത് കാതുകൊണ്ടുള്ള മഹബത്താണ്. അങ്ങനെ അള്ളാഹു തന്ന ഓരോ അവയവങ്ങളെ കൊണ്ടും ഹബീബിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാനോ പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പാടില്ല. അങ്ങനെയുള്ള മഹബത്തിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലാണ് കടന്നു വരുന്നത്. ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഖത്മുൽ ഖുർആൻ ഏറ്റെടുത്തവർ ഭംഗിയായി പൂർത്തീകരിക്കണം. മൗലിദ് പാരായണം ചെയ്യണം. റബീഉൽ അവ്വൽ മാസം കണ്ട അന്നു മുതൽ തന്നെ വീട്ടിലും പള്ളിയിലും പരിസരങ്ങളിലും നമ്മൾ എവിടെയാണോ ഉള്ളത് ഒരു ഹദീസും ചൊല്ലി അതിൻ്റെ ബൈത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ ഹബീബിനോടുള്ള മഹബത്തുള്ള അഹ്ലുകാരായി മാറണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ അല്ലാ. ആ റഹ്മത്ത് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ അവിടുത്തെ വീട്ടിലെ മജ്ലിസ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 5-ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ കൂടെ ആരെങ്കിലും നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ടവരോ ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടവരോ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ പരസ്യമൊക്കെ വിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. മഹാനവർ സയ്യിദുകളോട് കൂടെ ഒരു ഉംറക്ക് പോകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയോടൊപ്പമാണല്ലോ നമ്മൾ പോകുന്നത്. ആ ഒരു പരിഗണന അള്ളാഹിന്റെ ഹബീബ് നമുക്ക് നൽകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉംറകൾ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖത്മുൽ ഖുർആനിന്റെ കാര്യം പ്രത്യേകം നിങ്ങളൊക്കെ ശ്രദ്ധയിലുണ്ടാകണം. ഓതിക്കഴിഞ്ഞാൽ അറിയിക്കണമെന്ന് ഉണർത്തുന്നു. എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.